ശുഭേ ശുഭേ കുറേ കാലമായി മഞ്ചേരിന്ന് രാജേഷേ നോക്കി എത്ര ഒഴിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചെറിയ ഗ്ലാസ് ആണ്. അടുത്ത കമ്പനിക്ക് വരുമ്പോ ഒരു അളവ് പോലും കൊണ്ടുപോരെ. ഒന്ന് പോടാ രാജേഷ്, ഇതിൽ കുറച്ചുകൂടി വെക്കടാ. ഈ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് ഓ കൈ വരക്കണ ഓന്റെ കയ്യിൽ കൊടുത്താലേ അല്ല ഇതിപ്പോ നിങ്ങക്ക് ഭരണം കിട്ടിയ ചെലവാണ്. അല്ല ഇപ്പൊ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോഴുള്ള ചെലവ് എപ്പോഴാണ്? എന്തായാലും ആഴ്ചയില് ഒന്നൊക്കെ മതി. അത് ശരി കേട്ടോ, ഈ പ്രായത്തില് കരുതലൊക്കെ നല്ലതാണ്. പതുക്കെ ചങ്ങായി കൂമ്പ് പാടും. രാജേഷേ എത്ര അടിച്ചാലും ഇവിടെ ഫിറ്റ് ആയിട്ടിരിക്കോ. ഈ പോക്കാണെങ്കിൽ അധികം ഒന്നും കിട്ടില്ല. അല്ല നീലേ, മകന്റെ ജോലിക്കാരി എന്തായി? അതെപ്പോഴും ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. താമസം ഉണ്ടാവും. അല്ലടാ അനിയെ, എന്താ പഴയ സെറ്റപ്പ് മേരിയില്ലേ? ഓളോട് ചോദിച്ചാലും ഓല് ജോലിട്ടില്ലേ? അത് കറക്റ്റ് ആയിട്ടാ. അത് ചെന്നാ മതി, ഓളെ കെട്ടും പട്ടാളക്കാരൻ വെച്ച് ആ മേരിന്റെ പിന്നാലെ വളർത്തണ്ട്. ഇവിടെ എല്ലാവർക്കും സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് നല്ല അതില് ഞാൻ കേട്ടോ, അതില് ഞാൻ പെട്ടില്ല. അതില്ല, കോഴിയല്ല, കാട്ടുകോഴി. നല്ല സെറ്റപ്പ് ഉള്ള ആൾക്കാരാണ്. എനിക്കില്ല, ഇല്ല, എനിക്കില്ല. ഞാൻ വിട്ടാലോ? അതെ, രാജകുമാരി മൂപ്പരെ വിളിച്ചുണ്ടാവും. ക്ലാസ് മാറ്റിക്കാലോ. അടുത്ത ക്ലാസ്സിൽ പോണുണ്ടല്ലേ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് പോയാ മതി. അത്രേ ഉള്ളൂ. പോയി കുറച്ച് ലേറ്റായില്ലേ? വിടണ്ടേ? ഓടണുണ്ട് കുറച്ച്. നല്ല ചപ്പാത്തിയാണല്ലോ. കറീൻ്റെ ഒരു അഭിപ്രായമൊക്കെ പറയും. കറിയൊക്കെ വളരെ ഉഷാറാ. പിന്നെ നാളെ രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകണ്ട കേട്ടോ. മേഡം പറയാതെ ഞാനെങ്ങനെ പോണേ? സുഖിച്ചു. ഈടാ കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലായി. പൊളിച്ചാന്നാ വിചാരം. നാളെ അല്ലേ മോള് വിളിക്കുന്നു പറഞ്ഞത്. എന്താ പരിപാടി? ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുക. അമ്മ അച്ഛനെ ശരിക്കും നോക്കിക്കോളേ, ഒറ്റയ്ക്ക് വെള്ളം പോലും എടുത്തു കുടിക്കാത്ത ആളാ. അതൊക്കെ എന്റെ ജോലിയല്ലേ. പറയ്. നാണക്കേട് അച്ഛാ.
സദാചാര പോലീസ് രാത്രി ഉറങ്ങിയിട്ടില്ല. കേസ് നല്ല പെണ്ണ് കേസല്ലേ എന്താണ് കേസ്? പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ സദാചാര പാടില്ല. പോലീസേ. ഫോൺ ചെയ്തോണ്ടിരിക്കണേ അത് കറക്റ്റാണ്. എന്താ എന്തേ അനിയെ ഞാൻ പറഞ്ഞ എന്താ വിശ്വാസം ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പാടില്ലാന്ന് ഇപ്പൊ ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പാടില്ലാന്ന് ഈ കാലത്തുണ്ടല്ലോ ഒരാളും സ്വന്തമല്ല. നിങ്ങളിപ്പോ ഈ ഉപയോഗിക്കണ ഈ സാധനം വാട്സാപ്പില് നിങ്ങള് രാത്രിയില് ഒരു ഹലോ ടോക്ക് നട്ടപ്പാരേക്ക് കാണാം, അപ്പുറത്തെ ചെന്ന പെണ്ണ് ഹായ്, പിന്നെ ഇവിടുന്ന് സുഖാണോ, പിന്നെ കേട്ടാ അതാണ് ചങ്ങാ ഞാൻ പറഞ്ഞതെന്ന് എന്റെ അനുഭവം കൊണ്ട് പറയണം. ഒരു പെണ്ണിനെ സ്ത്രീകളും എന്റെ കരുത്തപ്പെടുന്നതല്ല. മനസ്സിലായോ? ജയ് എന്റെ പെണ്ണും കൊടുത്ത പോലെ വിശ്വസിക്കുന്ന എന്റെ ശുഭ ഉണ്ടല്ലോ. പറയാ ശുഭ ശുഭനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കാൻ നല്ലത് കുറച്ച് കറി ഒഴിക്കട്ടെ. വേണ്ട, എന്താ ഒന്നുമില്ല. അമ്മ, ഞാൻ നേരം വൈകി വന്നപ്പോ ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു. എന്തു പറ്റി രണ്ടുപേരും സൈലന്റ്, ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? അച്ഛൻ ഭയങ്കര ടയേർഡായിട്ടിരിക്കും. അച്ഛൻ ഡോക്ടറെ കാണിച്ചോ? അമ്മ പറഞ്ഞിട്ടായിരിക്കും ഡോക്ടറെ കണ്ടതല്ലേ? നിങ്ങൾ മാത്രമൊന്നുമല്ല, ഞാനും ഇതുമാതിരി പല കമ്പനികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ആൾക്കാരായിട്ട് ഞാൻ ഇതിന് ഇടപാടനെ നടത്തിയിട്ടില്ല. എന്ത് വർത്താനം പറഞ്ഞത്? നീ അവനെ ന്യായീകരിക്കാനാണോ? അവൻ എന്താ പറഞ്ഞത് നിനക്കറിയാലേ? ഇല്ല, നടക്കുന്ന കാര്യമല്ല, ഒരിക്കലുമില്ല. രാജേന്ദ്ര, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഞാൻ എന്താ പറഞ്ഞെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. ശുഭേ, നാളെ നമുക്ക് ആശുപത്രിയിൽ പോകാം കേട്ടോ. ഞാൻ തന്നോട് അങ്ങനെ സംസാരിക്കാനും പെരുമാറാനും പാടില്ലായിരുന്നു. ശുഭേ, ശുഭേ,
ശരിക്കും നോക്കിക്കോളേ, ഒറ്റയ്ക്ക് വെള്ളം പോലും എടുത്തു കുടിക്കാത്ത ആളാണ്.